നമുക്ക് നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ള ഈ 2024 ഒരുപാട് ഹാപ്പി ന്യൂസ് ഉണ്ട്. ശരിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം തമിഴിലെ വിശേഷം നമുക്ക് ഷെയർ ചെയ്യാനുണ്ട്. സോ എന്താ പ്രേക്ഷകരുടെ അടുത്ത് നേരിട്ട് പറയൂ. എൻ്റെ ആദ്യത്തെ തമിഴ് സിനിമ ഇപ്പോൾ ഷൂട്ട് കഴിഞ്ഞു. കൊട്ടക്കാളി എന്നാണ് പേര്. കൊട്ടക്കാളി. അത് ഇപ്പോൾ ഫെബ്രുവരി ബേർലിൻ ഫിലിം ഫെസ്റ്റിവലിന് സെലക്ട് ആയി. അപ്പോൾ ഫെബ്രുവരി അവിടെ വേൾഡ് പ്രീമിയർ ഉണ്ട്. നമ്മുടെ വിനോദരാജ് എന്ന് പറഞ്ഞ ഡയറക്ടറാണ്. നമ്മുടെ ക്യാരക്ടറിനെ കുറിച്ച് മധുരയിലുള്ള ഒരു വളരെ റൂട്ടഡ് ആയിട്ടുള്ള ഒരു വില്ലേജിൽ നടക്കുന്ന ഒരു കഥയാണ്. അതിൽ മീന എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ് ചെയ്യണേ. ഞാനും പിന്നെ സുരി സാറും ഉണ്ട് കൂടെ അഭിനയിക്കാൻ. ബാക്കിയെല്ലാം പുതിയ തമിഴ് ഇൻഡസ്ട്രിയിൽ ആ ഒരു എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു. വളരെ നല്ല ആൾക്കാരായിരുന്നു. വളരെ ചെറിയൊരു സെറ്റായിരുന്നു. നമ്മളൊരു കണ്ടു കഴിഞ്ഞ ഒരു ഷോർട്ട് ഫിലിം ആണെന്ന് തോന്നും. അത്രേ ഉള്ളൂ. കാരണം മൊത്തം ഒരു 60 പേരേ ഉള്ളൂ, ആക്ടേഴ്സും എല്ലാം കൂടി ഒരുമിച്ച്. അപ്പം അതേപോലെയാണ് നമ്മൾ ഷൂട്ട് ചെയ്തത്. അപ്പം അതേപോലെ വളരെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഷൂട്ടായിരുന്നു. നല്ല രസമുള്ളൊരു കഥയുണ്ട്. ഒരു ട്രാവൽ പടമാണ്. ഒരു ദിവസം നടക്കുന്ന. അന്ന പെന്നിന്റെ ആദ്യത്തെ തമിഴ് മൂവി ഫെബ്രുവരിയിൽ റിലീസ് ചെയ്യാണ്. ശരിക്കും ഒരു ടിപ്പിക്കൽ ഒരു വില്ലേജ് ഗേൾ അല്ലേ? അതെ അതെ. യെസ്. ബാക്കി ഇനി നമ്മൾ ചോദിക്കുന്നതിൽ അർത്ഥമില്ല. ശേഷം ഇനി ബിഗ് സ്ക്രീനിൽ. സോ ഓൾ ദി ബെസ്റ്റ് വിഷസ്. വാട്ട് അബൌട്ട് നമ്മുടെ അതർ പ്രൊജക്ട്സ്? മലയാളം പപ്പ സ്ക്രിപ്റ്റ് ചെയ്യുന്ന ഒരു പടം അഭിനയിച്ചായിരുന്നു. അതിന്റെ ഷൂട്ട് കഴിഞ്ഞു. 5 സെന്റും സെലീന എന്ന് പറഞ്ഞു. പേരും കൂടെ ഒരു ലൊക്കേഷനിൽ എത്തുമ്പോൾ എന്താണ് ശരിക്കുള്ള സീൻ? ആദ്യം ഞാൻ വിചാരിച്ചു കുറച്ച് പാടായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷെ സെറ്റിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. പപ്പയുടെ കൂടെ പപ്പ അതിലൊരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ ഒരുമിച്ച് അഭിനയിക്കുകയും ചെയ്തു. ഉണ്ട്. ഞാനും പപ്പയും കൂടി സാറാസിൽ ഒരുമിച്ച് ഉണ്ടായിരുന്നു. എന്റെ പപ്പയായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതില് ഈ പടത്തിലൊരു ഊളായിട്ട് അഭിനയിക്കണം. ഞാൻ ഇടയ്ക്ക് ചീത്തയൊക്കെ പറയുന്നുണ്ട്. എന്റെ അച്ഛനായോണ്ട് അപ്പൊ അപ്പ തന്നെ പറഞ്ഞു, എനിക്ക് വേണ്ടി നിനക്ക് ചീത്ത പറയാൻ പറ്റിയ അവസരങ്ങൾ ഞാൻ തന്നെ എഴുതി വെച്ചു എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഒരു തെലുങ്കു പടം ചെയ്തു. അത് ഒരു ചെറിയ വേഷമാണ്. പടം കൽക്കി എന്ന് പറഞ്ഞ പടമാണ്. അത് പ്രഭാസിന്റെ പടമാണ്. പ്രഭാസും വലിയ ഒരു സ്റ്റാർ കാസ്റ്റ് ഉള്ള പടമാണ്. പ്രഭാസും ബച്ചൻ സാറും പിന്നെ ദീപിക പദുക്കോൺ, അങ്ങനെ ഒരുപാട് പേരുള്ള ഒരു വലിയൊരു പ്രോജക്റ്റ് ആണ്. ചെറിയൊരു ഭാഗം ചെയ്യുന്നുണ്ട്. ചെയ്യാൻ പറ്റുമെന്ന് തന്നെ പറഞ്ഞ വലിയ ഭാഗ്യല്ലേ. അപ്പൊ എന്തായാലും ഓൾ ദ ബെസ്റ്റ് വിഷസ്. എല്ലാം അടിപൊളിയാവട്ടെ. സ്റ്റാർ മാജിക്കില് നമ്മൾ ഇനി ഒരു ഇൻട്രസ്റ്റിംഗ് ഗെയിമിലേക്ക് പോകാൻ പോണേ. ബ്രേക്ക്ഫാസ്റ്റ് എന്തൊക്കെ കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടം? എനിക്ക് കഴിക്കാൻ ഇഷ്ടം ഇഡലി. യോ തല്ലൂടണ്ട. എനിക്ക് നൂഡിൽസ്. ഓ ഓക്കെ. കാരണം ബോൺ ആൻഡ് ബോട്ടപ്പ് ഒക്കെ പുറത്തൊക്കെ ആയതുകൊണ്ട് അങ്ങനത്തെ ഫുഡാണ് ഇഷ്ടം അല്ലേ? ശരി. ഞാൻ അടിമാലിക്ക് പുട്ട് തള്ളാൻ വേണ്ടിയാണ് അടിമാലിക്ക്. മാളൂട്ടി കാലത്ത് എന്ത് എണീക്കും എന്ത് കഴിക്കാൻ ഇഷ്ടം? എനിക്ക് രാവിലെ എണീറ്റിട്ട് ഇഡലി, സാമ്പാർ, പിന്നെ ഉച്ചക്ക് ചോറ്, സാമ്പാറ്, മീൻകറി, ചിക്കൻ കറി, എല്ലാം ഉണ്ട്. പിന്നെ പപ്പടം. ഇത്ര മതിയില്ലേ? ഇത്ര കുട്ടിക്ക് ഇഷ്ടമുള്ളൂ. ലക്ഷ്മി, കുട്ടിത്തത്തിന്റെ വീട്ടിലെന്താണെന്ന് അറിയാമോ? അപ്പവും ചക്കക്കുരു സ്റ്റൂവും. അത് സതീശമാവന് ഭയങ്കര ഇഷ്ടം. എന്റെ ഒരു ഇഷ്ടം പറയട്ടെ. കാലത്ത് നല്ല വെള്ളയപ്പം, സത്യത്തില് വെള്ളം വരിക, മുട്ട റോസ്റ്റ്, നല്ല കറപ്പിച്ചെടുത്തിട്ട് താറാവ് മുട്ട എനിക്കിഷ്ടമാണ്. പിന്നെ നല്ല ചൂട് പൊറോട്ടക്കകത്തേക്ക് സാമ്പാർ ഒഴിച്ചിട്ട് ബീഫ് കറി എന്തെങ്കിലും നല്ലതായിരിക്കും. ഇത് മാത്രം മതി ബ്രേക്ക്ഫാസ്റ്റ്. ഇതൊക്കെ ആഹാരത്തിന് മുമ്പാണ്. വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഉരുളിയിൽ പോർന്നത് തിന്നും. എന്താ ഉരുളിയിൽ പോർന്നത്? അത് അവിടുത്തെ ഒരു അപ്പോ. ഉരുളിയിൽ പോർന്നത് നമുക്ക് മീൻകറിയായിട്ട് എന്തായിട്ടും തിന്നാം. ഉണ്ടിയും തോരവെള്ളം. അതെല്ലാം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റാ. എല്ലാം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റാ. പിന്നെ ഗോളി ബജ. അതെ, കഥ മാറിപ്പോയി. എപ്പിസോഡിന്റെ സർട്ടിഫിക്കറ്റ് മാറിപ്പോകുന്ന എനിക്കൊരു ഡൗട്ട് ഉണ്ട്. നമുക്ക് തിരിച്ച് ടോപ്പിക്കിലേക്ക് വന്നാലോ? ഇത് എന്താ സംഗതിയാ? ഉരുളിയിൽ പോർന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സാധനം? അത് പിറന്നതല്ല, പോർന്നത്. ഉരുളിയില് നമ്മളിങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതില് അപ്പം ചൂടും. അതിങ്ങനെ വെളിച്ചെണ്ണയിൽ വെന്തിട്ട് ചുറ്റും മറ്റേതാവും. കടിച്ചു കഴിഞ്ഞാൽ ക്രിസ്പി ആവും. പൂരിയല്ല. ഞാൻ ഇവർക്ക് എങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന എനിക്കറിയില്ല. അല്ല ചേച്ചി, ഇത് ഇത്രയും ഉണ്ടാവും. എനിക്കും പിന്നെ ചേട്ടനും ഒറ്റയ്ക്ക് ഞങ്ങൾക്ക് ബട്ടൂരയല്ല, അതെയല്ല, അരിയ. അത് നമുക്കറിയില്ല.
ഉണ്ടിയല്ല ഉണ്ട ഒന്ന് ഒന്നിച്ചെറിയുമ്പോ ഉണ്ടിയായി പോയതാ. ഉണ്ടയും തോര വെള്ളം കോംബോ ആണ് അതിന്റെ. തോരയില്ലേ കറുത്ത തോര, അത് വെള്ളം പോലെ ആക്കും. ചോരയോ? അതും ഉണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ 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 ഒരു റൗണ്ട് ആയിരിക്കും അപ്പം വെച്ചിട്ട്. അത് നമ്മള് തവണ വരുമ്പോ ഇതൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് അമ്മ ഉണ്ടാക്കാൻ എനിക്ക് ഇഷ്ടം. അപ്പൊ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ കാസർഗോഡ് നിന്ന് നേരെ നമുക്ക് അങ്ങേയറ്റത്തേക്ക് പിടിക്കാം. നേരെ തിരുവനന്തപുരത്തെ ആര്യനാട്ടേക്ക് പോവാണ്. അനു, കാലത്ത് എന്തായിരിക്കും? മധുരണ്ണൻ ചുട്ടത് എനിക്ക് ഇഷ്ടമാണ്. എനിക്ക് പുട്ടും കടലയും പപ്പടവും ഭയങ്കര ഇഷ്ടമാണ്. പുട്ടും ചക്കക്കുരു. ചക്കക്കുരു ഇല്ലാത്ത ഒരു ദിവസം ഉണ്ടായി നിന്റെ വീട്ടില്. ചക്കക്കുരു ഇല്ലാത്ത ഞാൻ ഹോർലിക്സ് ഇട്ട പാല് കുടിക്കാറുണ്ട്, ചിലപ്പോ ബൂസ്റ്റ് ബോൺവിറ്റോ അങ്ങനെയൊക്കെ കഴിക്കാറുണ്ട്. മാറി കുടിക്കാറുണ്ട്. പിന്നെ 3 ബുൾസെ. അതെ, അത് നെയ്യ് ഒഴിച്ചിട്ട്. പിന്നെ ഉച്ചയ്ക്ക് കപ്പയും ചിക്കൻ തോരനും ഭയങ്കര. അതെ. ഫേമസ്. പിന്നെ ബദാമും പാലും കുങ്കുമപ്പൂ ഒക്കെ ഇട്ടിട്ട് നല്ല കോമ്പിനേഷൻ. കരുവാടിലാണ് കുങ്കുമപ്പൂ ഇട്ട് കഴിക്കുന്നത്. ഇതൊക്കെയാണ് ആഗ്രഹം. നേരെ നമ്മളിനി കാലിക്കറ്റിലേക്ക് പോവാണ് കേട്ടോ. ഷാഫിക്കയുടെ വീട്ടിൽ ഞാൻ പോയിട്ടുണ്ട്. ഒരു കിഡിലൻ കരിക്കിൻ ഷേക്കോ ജ്യൂസ് ഇപ്പോഴും നാവിലാ രുചി. ഇളനീർ ജ്യൂസ് നാടിന്റെ ഒരു പാരമ്പര്യം. ഞാൻ എന്റെ നാടിനെ കുറിച്ച്, കോഴിക്കോടിനെ കുറിച്ച് എഴുതിയത് തന്നെ വിരുന്നിന്റെ നാട്ടില് വരുന്നുണ്ട് കൺമണി സദാ നിന്റെ ഗാനം കേൾക്കുവാൻ. രാവിലെ തന്നെ പല ഐറ്റംസും ഞങ്ങളെ നാട്ടിൽ കിട്ടും. പക്ഷെ എനിക്ക് തോന്നിയിട്ടില്ല കോഴിക്കോട് ജില്ലയിൽ മിക്കവാറും എരിവുള്ള മീൻകറി ഉണ്ടെങ്കിലേ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങോട്ട് ഇറങ്ങുള്ളൂ. എനിക്ക് റജില ഉണ്ടാക്കി തരുന്നത് നല്ല മുളകിട്ട മീൻകറിയും അതുപോലെ മുട്ടപ്പത്തിരി. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു 25 എണ്ണമൊക്കെ അങ്ങ് തിന്നാൻ പറ്റും. അല്ല, നൈസായിട്ടുള്ള സാധനമാണ്. ശരി, അതിനുശേഷം ഉച്ചയ്ക്ക് മിക്കവാറും റജില അവളെ നാട്ടില് വടകരയിലെ സ്പെഷ്യൽ ഉണ്ട്, ഇറച്ചിച്ചോറ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം. അത് മിക്കവാറും ഉണ്ടാക്കും റജില. അവക്കും പ്രിയപ്പെട്ടതാണ്, എനിക്കും പ്രിയപ്പെട്ടതായതുകൊണ്ട് ഉച്ചക്ക് അത് കഴിക്കും. രാത്രി എല്ലാ ദിവസവും ഇല്ല, മിക്കവാറും എന്നല്ലേ പറഞ്ഞേ, ഇട ദിവസങ്ങളില്. ഭക്ഷണത്തിന്റെ കഥ കേട്ട് വയറിപ്പം അറിഞ്ഞു. ഓസ്ട്രേലിയ വരെ ഫ്രീ ആയിട്ട് ടിക്കറ്റ് എടുക്കാണ്ട് പോയിട്ട് വന്നാലോ? അതെ, വി വുഡ് ലൈക്ക് ടു നോ മോർ അബൌട്ട് യുവർ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ. ഒരു കാര്യമുണ്ട്, ഞാനും എന്റെ ഫാമിലി ഞങ്ങൾ പ്രോപ്പർ സമയത്ത് ഞങ്ങൾ കഴിക്കാറില്ല. വെരി ഗുഡ്. വിശക്കുമ്പോൾ ഞങ്ങൾ കഴിക്കും. അത് ഓസ്ട്രേലിയയിൽ വരുന്ന പട്ടിണിയാണ്. ഞാൻ രാവിലെ മമ്മി ഒരു ഫ്രഷ് ജ്യൂസ് ഉണ്ടാക്കും, അല്ലെങ്കിൽ ഒരു യോഗട്ടും പിന്നെ ഫ്രൂട്ട്സ് ഒക്കെ മിക്സ് ചെയ്ത് ഉണ്ടാക്കും. പിന്നെ ലഞ്ച് ഞങ്ങള് ചോറ് കഴിക്കും, പക്ഷെ എല്ലാ ദിവസവും ചോറ് കഴിക്കത്തില്ല. ചോറും പിന്നെ ഈ പൊട്ടാറ്റോ കറി അല്ലെങ്കിൽ ബീഫ് ഓർ ഫിഷ് കറി അല്ലെങ്കിൽ വെസ്റ്റേൺ ഫുഡ് കഴിക്കും. പാസ്ത അല്ലെങ്കിൽ പിസ്സ എന്തെങ്കിലും. തങ്കച്ചൻ ചേട്ടനും അതാ കഴിക്കാറ്. അനുമോളുടെ വീട്ടില് രാവിലെ ഒരു ദിവസം ചെന്നപ്പോ പിറ്റേന്ന് രാവിലത്തെ ഫ്രഷ് ജ്യൂസ്, തലേ ദിവസത്തെ പഴങ്കഞ്ഞി വെള്ളം വെച്ച് രാവിലെ വറ്റല് മുളക് അതിനകത്ത് ഞെരടി ഉപ്പ് ഇട്ട് കൊടുക്കും. അല്ലടി, അതൊരു ദിവസം ഞാൻ എന്റെ വീട്ടിൽ വന്ന് ഞാൻ എന്റെ വീട്ടിലെ കോഴിക്ക് കൊടുക്കാൻ വേണ്ടി വെച്ചിരുന്നതാ, ചേട്ടനടുത്ത് കുടിച്ച.